Hey Siri, everything you want to know about Apple. Hi everyone, this is Abin Xavier. നമ്മുടെ ഐഫോൺ യൂസേഴ്സ് ഓരോ ദിവസം പുതിയ ടിപ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ 3 വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഇതിൻ്റെ ഫുൾ സീരീസ് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോസ് ഫുള്ള് കാണുക. എന്തായാലും പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടിപ്സും ട്രിക്സും ലീക്സും റൂമേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ നിരവധിയായ ആപ്പിൾ കൂട്ടുകാരുണ്ട്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് നമ്പർ 4. നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് ഐഫോണിൻ്റെ ബാറ്ററി ചാർജിനുണ്ട്. അതായത് നമ്മുടെ ഡിവൈസ് 0 മുതൽ 80 വരെ ഫാസ്റ്റ് ചാർജിങ്ങും അവിടെ നിന്ന് 80 നിന്ന് 100 വരെ ടിക്കിൾ ചാർജിങ് മോഡിലുമാണ് നമ്മുടെ ഫോൺ ചാർജ് കയറുന്നത്. പക്ഷേ ആ ഒരു ചാർജിങ് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഫ്ലൈറ്റ് മോഡിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ കുറച്ചും കൂടെ വേഗത്തിൽ ഫാസ്റ്റ് കയറുന്നതാണ്. കാരണം നമ്മുടെ ഡിവൈസിൽ അപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അതേപോലെ എല്ലാ കണക്ഷൻസും എയറോപ്ലെയിൻ മോഡിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൽ വേഗം ചാർജ് കയറാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ടിപ്പാണ്, നമ്മുടെ ഐഫോണിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീഡ്ബാക്കും റേറ്റിങ്ങും നമ്മൾ ആ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ആ ഒരു ഫീഡ്ബാക്കും റേറ്റിങ്ങിൻ്റെയും ആ ഒരു ചോദ്യം നമുക്ക് ഒറ്റൊരു ക്ലിക്കിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നിന്ന് താഴത്തേക്ക് പോയി ആപ്പ് സ്റ്റോറിലേക്ക് നമ്മൾ പോവുക. അവിടെ നമുക്കിവിടെ കാണാൻ പറ്റും ഇൻ ആപ്പ് റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്ന്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലെ ആപ്ലിക്കേഷൻസിൽ വരുന്ന റേറ്റിങ്ങും റിവ്യൂവും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പാണ്, നമ്മുടെ ഐഫോൺ യൂസേഴ്സ് ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടതും അതേപോലെ തന്നെ ഐഫോൺ യൂസേഴ്സ് മറന്നു പോകാറുള്ള ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഡിവൈസിൽ AR അതായത് ആർഗ്യുമെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസിൽ പല ഒബ്ജക്റ്റുകളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതും പ്രിസൈസ് ആയിട്ട് തന്നെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിലെ ആ ഒരു മെഷർ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ഒബ്ജക്റ്റിൻ്റെയും അളവ് മെഷർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റിൽ കറക്റ്റ് പോയിന്റ് ചെയ്യുക. അവിടെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രാഗ് ചെയ്തതിൻ്റെ കറക്റ്റ് അളവ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു അളവ് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മളവിടെ ടാപ്പ് ചെയ്താൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ആ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ മെഷർ ആപ്പിലുള്ള വേറൊരു ഓപ്ഷനാണ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭിത്തിയിലൊക്കെ വാൾ ഡ്രോപ്പോ കാര്യങ്ങളോ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവല് കറക്റ്റാണോ എന്നറിയാൻ നമ്മുടെ ഈ ഒരു ഡിവൈസ് അതിൻ്റെ പൊക്കത്ത് വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വാൾ ഡ്രോപ്പ് കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അടുത്ത ടിപ്പാണ്, നമ്മുടെ ഐഫോൺ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും 2 കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ എപ്പോഴും നമ്മുടെ ഫോണിൽ നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ വിരലും അവിടെ എത്തിച്ച് ഇവിടെ എത്തിച്ച് അത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കീപാഡ് എടുക്കുക. ആ ഒരു കീപാഡിൻ്റെ താഴത്തായിട്ട് ഇതേപോലെ ഗ്ലോബിൻ്റെ ചിഹ്നം ഉണ്ടാവും. അവിടെ നേരെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മുടെ കീബോർഡ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു കീബോർഡ് സെറ്റിങ്സിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ റൈറ്റിലേക്കുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡ് റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. ആ തൊട്ടപ്പുറത്തുള്ള ആ ലെഫ്റ്റിലേക്കുള്ള ചിഹ്നം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് പഴയ പോലെ ആവും. പിന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ആക്കണമെങ്കിൽ നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ ഒരു കീബോർഡ് ലെഫ്റ്റിലേക്ക് അയക്കാലും അതേപോലെ തന്നെ സിംഗിൾ ഹാൻഡായിട്ട് നമ്മുടെ കീബോർഡ് നമുക്ക് എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പാണ് നമ്മുടെ സിറിയിൽ. നമ്മുടെ സിറിയിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ മത്തങ്ങനായിരിക്കും നമ്മുടെ സിറി കേൾക്കാറ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു എളുപ്പപ്പണിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ സിറിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നേരെ ആക്സസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക.
ഇവിടെ നമുക്ക് സിറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ടു സിറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്തിടുക. നമ്മൾ സിറിനെ എനേബിൾ ചെയ്യുമ്പോൾ പൊക്കത്തായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ തന്നെയാണ്. അതായത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നമുക്കൊരു പുതിയതായിട്ടൊരു ഫീച്ചർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ നമുക്ക് ഒരു വട്ടം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ചില സാഹചര്യം നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. പിന്നീട് നമ്മൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറില്ല, അതിനെക്കുറിച്ച് ഓർക്കാറില്ല. പക്ഷേ നമ്മുടെ ഡിവൈസിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ കുറേയധികം ഡാറ്റാസും അതേപോലെ കുറേയധികം ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷൻസിൻ്റെ ഫയലും ഒക്കെ സ്റ്റോർ ചെയ്യും. നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് അത് കൺസ്യൂം ചെയ്യും. പക്ഷേ നമ്മുടെ സെറ്റിങ്സിൽ ആപ്പ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഫ് ലോഡ് അൺയൂസ്ഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തതിനാൽ നമ്മുടെ ഫോണിൽ ഒരു പെർട്ടിക്കുലർ ടൈം വരെ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി അൺഇൻസ്റ്റാൾ ആയി പോകും. പക്ഷെ പേടിക്കേണ്ട, ഒരു ഡാറ്റയും അതേപോലെ ഡോക്യുമെൻസും അതിനെ സംബന്ധിച്ച് പോവുകയുമില്ല. പിന്നീട് നമുക്ക് ആ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ സിമ്പിളായിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ആപ്സിൻ്റെ ഡാറ്റാസും ഡോക്യുമെൻസും നമ്മുടെ ഫോണിൽ സേഫ് ആയിരിക്കും. അടുത്ത നമ്മുടെ ടിപ്പ് വരുന്നത്, നമ്മുടെ ഐഫോൺ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും റിങ്ങർ മോഡിൽ ഇടാൻ പറ്റില്ല. പക്ഷേ ആ റിങ്ങർ മോഡ് ഇടാത്തതുകൊണ്ട് തന്നെ പല ഇമ്പോർട്ടൻറ്റ് കോളുകളും ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും. ആ ഒരു മിസ്സായി പോകുന്ന കാരണം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നമുക്ക് കസ്റ്റം വൈബ്രേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ സൈലൻറ്റ് മോഡിലിടുകയാണെങ്കിൽ വൈബ്രേഷൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് അത് ഏത് കോളാണ്, അത് ആരുടെ കോളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കസ്റ്റം വൈബ്രേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. അവിടെ നമ്മൾ നേരെ പൊക്കത്തേക്ക് പോയി കഴിഞ്ഞിട്ട് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് റിംഗ് ടോൺ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമായിട്ട് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തൊട്ട് താഴത്ത് നമ്മുടെ ക്രിയേറ്റ് ന്യൂ വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ വൈബ്രേഷൻ വരേണ്ട പാട്ട് എവിടെയാ വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിവിടെ റെക്കോർഡാവും. ആ റെക്കോർഡാവുന്നതനുസരിച്ച് നമുക്കത് സേവ് ചെയ്ത് ഏതെങ്കിലും ആൾക്കാർക്ക് മാത്രം ആ ഒരു വൈബ്രേഷൻ അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ സൈലൻ്റ് ആണെങ്കിലും നമുക്ക് മനസ്സിലാവും അത് ഈ ഒരു വ്യക്തിയാണ് നമ്മളെ വിളിക്കുന്നതെന്ന്. നമ്മുടെ 8ാമത്തെ ഐഫോൺ ടിപ്പാണ്, നമ്മുടെ ഐഫോണിൽ നമുക്ക് ഫോട്ടോസ് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഹൈഡ് ചെയ്താൽ നമ്മുടെ ഫോട്ടോയുടെ ഗാലറിയിൽ നമ്മുടെ ഫോട്ടോസിൽ ഹിഡൻ എന്ന ഓപ്ഷനിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഹൈഡ് ചെയ്തതിന് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത പോലെ ആയില്ലേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഷെയർ ഷീറ്റ് ടാപ്പ് ചെയ്ത് ഹൈഡ് എന്ന ഓപ്ഷൻ ഇപ്പോൾ ഹൈഡ് ചെയ്തു. ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫോട്ടോസിൽ പോയി താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹിഡൻ എന്ന ഓപ്ഷനിൽ ആ ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ ഈ ഒരു ഹിഡൻ എന്ന ഓപ്ഷനും നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് സെറ്റിങ്സിലേക്ക് പോയിട്ട് നമ്മൾ നേരെ ഫോട്ടോസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടുന്ന് ഫോട്ടോസിലേക്ക് പോകുമ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ ഫോട്ടോസിലേക്ക് പോവുക. ഫോട്ടോസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹിഡൻ ഐറ്റംസ് എന്ന ഓപ്ഷൻ ഓൺ ആണ്. അത് നേരെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ നമ്മുടെ ഫോട്ടോസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഹിഡൻ എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. അതും നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഹിഡൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ 9ാമത്തെ ഐഫോൺ ടിപ്പാണ്, നമ്മുടെ ഐഫോണിൽ സഫാരിയിൽ നമുക്ക് നിരവധിയായ ടാബുകൾ ഉണ്ടാവും. ഇഷ്ടംപോലെ ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഈ ടാബുകളൊന്നും നമ്മൾ കുത്തിയിരുന്ന് ക്ലോസ് ചെയ്യാറില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാബ് ക്ലോസ് ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സഫാരി എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സഫാരിയിലേക്ക് പോവുക. അവിടെ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ക്ലോസ് ടാബ് എന്ന്. അത് ആഫ്റ്റർ 1 മന്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് ഒരു മാസത്തിന് ശേഷം നമ്മുടെ സഫാരിയിലുള്ള എല്ലാ ടാബുകളും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. നിങ്ങൾക്ക് ഒരു ദിവസം, ഒരു വീക്ക്, ഒരു മാസം മാനുവലി ഈ 4 ഓപ്ഷനിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാൻ ഒരു മാസമാണ് തിരഞ്ഞെടുക്കുക. കാരണം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ചില ടാബുകൾ ഞാൻ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സായി പോകാതിരിക്കാനാണ് ഞാൻ ഒരു മാസം ഇട്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഐഫോൺ ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം നമ്മുടെ ഐഫോൺ
ഹെൽത്തിന് നല്ല രീതിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോണിൽ നമുക്ക് മെഡിക്കൽ ഐ ഡി ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അത് എപ്പോഴും ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കാരണത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ നമ്മുടെ ഐഫോണിൽ നോക്കി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, നമുക്ക് ഏതെങ്കിലും എമർജൻസി കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ആപ്പിലേക്ക് നമ്മൾ പോവുക. ഹെൽത്ത് ആപ്പിൽ പോയി കണ്ട് നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മെഡിക്കൽ ഐ ഡി എന്നാണ് ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ മെഡിക്കൽ ഐ ഡിയിൽ പോയിട്ട് സ്ക്രീൻ ഷെയറിങ് ഓൺ ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഈ ഒരു സ്ക്രീൻ ഷെയറിങ് ഓൺ ആണെങ്കിൽ മാത്രം നമ്മുടെ ഫോൺ ഓഫ് ആണെങ്കിലും, അതായത് ലോക്കായാലും നമ്മുടെ ഫോണിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ ഐ ഡി ആക്സസ് ചെയ്യാനും അതേപോലെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മുടെ എമർജൻസി കോൺടാക്റ്റ് എല്ലാം വേറൊരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് മെഡിക്കൽ ഐ ഡി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പവർ ബട്ടണും, ഇത് ഐഫോൺ 10 മുതലുള്ള സീരീസിലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പവർ ബട്ടണും നമ്മുടെ വോളിയം റോക്കുള്ള ഡൗൺ ബട്ടണും ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെഡിക്കൽ ഐ ഡി എന്ന്. അത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഐ ഡിയും ബാക്കി ഇൻഫർമേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് നമ്പർ 4 ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണ് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും പിന്നെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്താലും ടിപ്സും ട്രിക്സും ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും റിയൽ ടൈമായിട്ട് ചോദിക്കാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ തൊട്ടതായിട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abin, Xavier, signing out from everything on about Apple.